പരാധീനതകൾക്ക് നടുവിൽ എറണാകുളം ഞാറക്കൽ താലൂക്ക് ആശുപത്രി. തീരദേശവാസികൾ പ്രധാനമായും ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്തതാണ് രോഗികളെ വലയ്ക്കുന്നത്. രണ്ടു ദിവസമുണ്ട് ഇവിടെ നടക്കണത്. ഏറ്റവും 3-ാം തീയതി ഇന്നലെയാണ് എനിക്ക് ഇത് കിട്ടിയത്. അപ്പോൾ കാലത്ത് 7 മണിക്ക് വന്നിട്ട് എനിക്ക് വൈകിട്ട് 7 മണിക്കാണ് പോകാൻ പറ്റിയത്. അപ്പോഴും മരുന്നുമില്ല, ഇതൊന്നും നോക്കാനും ആരുമില്ല, ഒന്നുമില്ല. ഇപ്പം ഇന്നും നടന്നു 77 വയസ്സായി എനിക്ക് നടക്കാനും പിടിക്കാനും ഒക്കെ ഈ വക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഡോക്ടർമാർ എത്ര പേര്? ഒരൊറ്റാള്. ഇന്നലെ വന്നപ്പോഴും ഉണ്ട് ഒരാൾ, ഇന്നും ഉണ്ട് ഒരാൾ. 2010 ഞാറക്കൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയെങ്കിലും അതിനനുസരിച്ചുള്ള തസ്തിക സൃഷ്ടിക്കാനോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനോ സർക്കാർ തയ്യാറാകാത്തതാണ് ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. പുതിയതായിട്ട് പോസ്റ്റ് ഗ്രേഡേഷൻ കാര്യമായിട്ട് നടന്നില്ല. ഒരു അസിസ്റ്റന്റ് സർജന്റെ പോസ്റ്റ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ വേണ്ട ജൂനിയർ കൺസൾട്ടൻസിന്റെ പോസ്റ്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ പോസ്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഒരു പോസ്റ്റ് അതിനുശേഷം ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എല്ലാ ഡോക്ടേഴ്സിനെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ 24 മണിക്കൂർ സേവനം കൊടുക്കുന്നത്. രാവിലെ തിരക്കുള്ള സമയത്ത് ചിലപ്പോൾ ഒരു ഡോക്ടറെ ഒപ്പിടിക്കാനുണ്ടാവും. അപ്പോൾ അത് ജനങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആശുപത്രിയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാക്കാൻ നിരവധി തവണ ആശുപത്രി സൂപ്രണ്ട് കത്തുകൾ നൽകിയെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. അതുതന്നെ കാഷ്വാലിറ്റി നല്ലപോലെ നടത്തിക്കൊണ്ടുപോകാനായിട്ട് നമുക്കൊരു 4 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറെങ്കിലും വേണം. അപ്പം ഞാനിവിടെ 2015 വന്നതിന് ശേഷം ഞാൻ പല പ്രാവശ്യം ഞാനിവിടെ പ്രപ്പോസൽ അയച്ചിട്ടുണ്ട്, DHSന് അയച്ചിട്ടുണ്ട്, പല നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അതൊന്നും പരിഗണിച്ചിട്ടില്ല. നിലവിൽ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾ സ്വകാര്യ ആശുപത്രിയിലേക്കോ 15 കിലോമീറ്ററോളം സഞ്ചരിച്ച് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കോ പോകേണ്ട സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഇവിടെ മറ്റ് പ്രൈവറ്റ് അല്ല സ്വകാര്യ ആശുപത്രികൾ ആശ്രയിക്കേണ്ട ഗതികേടാണ് ഇവിടെ. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ മറ്റു സ്വകാര്യ ഹോസ്പിറ്റലുകളിലെ ശരിക്കും പറഞ്ഞ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ആശുപത്രി വികസന സമിതി തന്നെ എന്ന് പറയാം. താലൂക്ക് നിലവാരത്തിലേക്ക് ഉയർത്തിയ ആശുപത്രികളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടാനുള്ള വ്യഗ്രതയല്ലാതെ രോഗികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നില്ല എന്നതിന്റെ തെളിവാകുകയാണ് ഞാറക്കൽ ആശുപത്രി. ക്യാമറാമാൻ ബിബിൻ ആലുവയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.